ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 9 മൂന്നാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ കൃതനിശ്ചയ സഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീസ്ത്വദീയം അതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ഈ മഹാസമുദ്രത്തിൽ താമരപ്പൂവിൻ്റെ നടുവിൽ ഇരിക്കുന്ന താൻ ആരാണെന്നും ഈ താമരപ്പൂവിൻ്റെ ആശ്രയം ആരാണെന്നും ഉള്ള ചിന്തയിൽ മുഴുകി എന്നാണ് പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സ ഖലു നാളരന്ധ്രാധ്വന. അമുഷ്യ ഹി, അമുഷ്യ ഈ ഹി എന്നാൽ ഉറപ്പായിട്ടും, സരോരുഹ താമരപ്പൂവിന്, അമുഷ്യ ഹി സരോരുഹ ഉറപ്പായിട്ടും ഈ താമരപ്പൂവിന് കിമപി കാരണം സംഭവേത്, കിമപി എന്തെങ്കിലും കാരണം, ഒരു ആധാരം അല്ലെങ്കിൽ ആശ്രയം, സംഭവേത് ഉണ്ടായിരിക്കുമല്ലോ, ഉറപ്പായിട്ടും ഈ താമരപ്പൂവിന് എന്തെങ്കിലും ഒരു ആധാരം ഉണ്ടായിരിക്കുമല്ലോ. ഇതി സ്മ കൃതനിശ്ചയഃ, ഇതി സ്മ ഇതി ഇപ്രകാരം, സ്മ എന്ന്, ഇതി സ്മ എന്നിപ്രകാരം, കൃതനിശ്ചയഃ മനസ്സിൽ ഉറപ്പിച്ചിട്ട്, സഹ അദ്ദേഹം, ഖലു ആകട്ടെ, സ ഖലു അദ്ദേഹമാകട്ടെ, ആ ബ്രഹ്മാവ് ആകട്ടെ, നാളരന്ധ്രാധ്വന, നാളരന്ധ്രം എന്നാൽ താമരത്തണ്ടിൻ്റെ ഉള്ളിലുള്ള സുഷിരം, അധ്വന ആ മാർഗത്തിലൂടെ, ആ വഴിയിലൂടെ, അതായത് ഇവിടെ താമരപ്പൂവെന്ന് പറഞ്ഞാൽ വളരെ വലിയ വിസ്താരമേറിയ താമരപ്പൂവാണ്. ബ്രഹ്മാവിന് അതിൻ്റെ നടുവിൽ ഇരിക്കാൻ സാധിക്കുന്നത്ര വലിപ്പമുള്ള താമരപ്പൂവും അതിൻ്റെ തണ്ടും ആണ്. അങ്ങനെയുള്ള താമരപ്പൂവിൻ്റെ ആ തണ്ടിൻ്റെ ഉള്ളിൽ, താമരത്തണ്ടിൻ്റെ ഉള്ളിലുള്ള സുഷിരത്തിലൂടെ ഈ താമരപ്പൂവിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്താനായിട്ട് ബ്രഹ്മാവ് സ്വയോഗ ബലവിദ്യയാ, സ്വയോഗ ബലവിദ്യ സ്വന്തം യോഗ ശക്തിവിദ്യ കൊണ്ട്, സ്വന്തം യോഗശക്തി ജ്ഞാനം കൊണ്ട്, സമവരൂഢവാൻ താഴേക്ക് സഞ്ചരിച്ചു, ആ സുഷിരത്തിലൂടെ താമരത്തണ്ടിലൂടെ താഴേക്ക് സഞ്ചരിച്ചു. എവിടെ നിന്നാണ് ഈ താമരപ്പൂവ് ഉദ്ഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, പ്രൗഢധീഹി, ധീ എന്നാൽ ബുദ്ധി, പ്രൗഢധീഹി പ്രൗഢമായ ബുദ്ധിയോടുകൂടിയ ആ ബ്രഹ്മാവ് ഇപ്രകാരം താമരത്തണ്ടിൻ്റെ സുഷിര മാർഗത്തിലൂടെ തൻ്റെ യോഗശക്തിയാൽ താഴേക്ക് സഞ്ചരിച്ചു. ത്വദീയമതിമോഹനം ന തു കളേബരം ദൃഷ്ടവാൻ. ത്വദീയം അങ്ങയുടെ, ഭഗവാന്റെ അതിമോഹനം അതിസുന്ദരമായ, അത്യധികം മനോഹരമായ കളേബരം ശരീരം അല്ലെങ്കിൽ ദേഹം, കളേബരം തു കളേബരമാകട്ടെ ശരീരമാകട്ടെ, ദൃഷ്ടവാൻ എന്നാൽ കണ്ടു എന്നർത്ഥം. ഇവിടെ ന ദൃഷ്ടവാൻ കണ്ടില്ല. ഇപ്രകാരം താമരത്തണ്ടിലെ സുഷിരത്തിലൂടെ തൻ്റെ യോഗശക്തി കൊണ്ട് താഴേക്ക് സഞ്ചരിച്ചുവെങ്കിലും ഈ ബ്രഹ്മാവാകട്ടെ ഭഗവാന്റെ അതിമനോഹരമായ ശരീരം കണ്ടില്ല, കാണാൻ സാധിച്ചില്ല. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരുമിച്ചൊന്നുകൂടി പറയാം. ഉറപ്പായിട്ടും ഈ താമരപ്പൂവിന് എന്തെങ്കിലും കാരണം അല്ലെങ്കിൽ ആധാരം ഉണ്ടായിരിക്കുമല്ലോ എന്നിപ്രകാരം മനസ്സിൽ ഉറപ്പിച്ചിട്ട് ആ ബ്രഹ്മാവാകട്ടെ താമരത്തണ്ടിൻ്റെ ഉള്ളിൽ കാണുന്ന സുഷിരമാർഗത്തിലൂടെ തൻ്റെ യോഗശക്തി ജ്ഞാനം കൊണ്ട് താഴേക്ക് വളരെയധികം സഞ്ചരിച്ചു നോക്കി. എങ്കിലും
ബുദ്ധിമാനായ ബ്രഹ്മാവ് വളരെയധികം ആ താമരത്തണ്ടിലൂടെ സഞ്ചരിച്ച് ഭഗവാനെ തിരഞ്ഞു. ഈ താമരപ്പൂവിൻ്റെ ഉദ്ഭവം കണ്ടെത്താനായി തിരഞ്ഞു നോക്കിയെങ്കിലും ഭഗവാന്റെ അതിമോഹനമായ ദിവ്യരൂപം ബ്രഹ്മാവിന് കാണുവാൻ സാധിച്ചില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ കൃത നിശ്ചയ സഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീസ് ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ കൃത നിശ്ചയ സഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീസ് ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. നാലാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.